ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നു എന്താ എന്റെ കുഞ്ഞിനെ പോലെ വളർത്തിയാലെന്നൊരു തോട്ട് വരും. ആ തോട്ട് റോങ്. അതിന് താഴെ ദിയ കൊടുത്തൊരു മറുപടി, അതായത് ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങളും പറയുമെന്ന് ഒരാൾ കമന്റ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഇയാൾ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം റിമൂവ് ആക്കിയിട്ട് ഇയാൾ ഒറ്റയ്ക്കിരുന്ന് അങ്ങ് പോസ്റ്റ് ഇടും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഉണ്ണി വ്ളോഗ്സിലെ ഉണ്ണി ഒരു അസാധ്യ ക്രിയേറ്ററും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ്. നല്ലൊരു മനുഷ്യൻ യെസ്, അതാണ് എനിക്ക് ഏറ്റവും യോജിക്കുന്ന പദമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ കുപ്പിൽ നിന്ന് തുറന്നു വിട്ടൊരു ഭൂതം അതിങ്ങനെ കിടന്ന് ചില സ്ഥലങ്ങളിൽ കിടന്ന് അടിക്കുന്നുണ്ട്. അതിന് സത്യം പറഞ്ഞ ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ടത് ഉണ്ണി വ്ളോഗ്സ്, ഉണ്ണി സിനിഫൈലിലെ ഉണ്ണിക്കാണ്. ആക്ച്വലി പുള്ളിക്കാരൻ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോക്കകത്ത് പേളി മാണിയെ കുറിച്ചിട്ട് വിമർശനാത്മകമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കേൾക്കണം, വിമർശനം, നോട്ട് എന്താണ് ഹെയ്റ്റഡ് അല്ല, ഒരു വിമർശനാത്മകമായിട്ട് ഇട്ട വീഡിയോ. അതിന് പേളി ഒരു മറുപടി കൊടുക്കുന്ന രീതിയിൽ പേളി എന്തോ പറഞ്ഞു എന്ന് പറയുന്നത് വെച്ചാൽ എന്താണ് ബോസി ആയിട്ടുള്ള ലേഡീസിൻ്റെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് പേളി ഒരു മറുപടി കൊടുത്തു എന്ന് പറയുന്നത് കേൾക്കുന്നു. അതിൽ ഉണ്ണി എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഈ എന്താണ്, ഒന്ന് പുള്ളിക്കാരത്തേക്ക് നെഗറ്റീവ് ഒന്നും ആരും പറയുന്നില്ല. എന്നെക്കുറിച്ച് ആരും നെഗറ്റീവ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുൾ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം അതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. ഓക്കെ, ഇനി പോട്ടെ. എൻ്റെ അടുത്ത് വന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഈ പേളിമാണിയുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കാണത്തില്ല. മേ ബി അത് കീവേഡ്സും മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഹൈഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. പക്ഷേ ഇതൊന്നുമല്ല വിഷയം. അതിനകത്ത് അവിടെ കുട്ടികളെ കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സോ അത് ട്രിഗർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പേളിമാണിക്ക്. പിന്നെ അവരുടെ പാറ്റേൺ ഓഫ് ഇൻ്റർവ്യൂ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് ചില ഇൻ്റർവ്യൂസിൻ്റെ ചില ക്ലിപ്പിങ്സും കട്ടിങ്സും ഒക്കെ ഇൻസ്റ്റാ ഫീഡിലേക്ക് വരുന്ന സമയത്ത് കാണാറുണ്ട്. അത് ഭയങ്കര രസകരമാകുന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫുൾ വീഡിയോസ് ഇരുന്ന് കാണാൻ ശ്രമിക്കാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അതിൽ പലതും ക്രിഞ്ച് മൊമെൻറ്റ്സ് ആണ്. പിന്നെ പലതും അത് കൂടുതലും നമ്മളെ എന്താ പറയുക, ഒരു എന്തോ ഒരു സംഭവം, ഒരു എന്റർടൈൻ എന്ന് വെച്ചാൽ ഈ കോമാളി തരം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ. അവരുടെ ആ രീതി, ആ ഒരു ശൈലി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ കൂടുതൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് കോമഡി പറയിപ്പിക്കുക, തമാശ പറഞ്ഞിട്ട് സംഭവം. പിന്നെ കാണുന്നവർക്ക് ഒരുപാട് ടെൻഷനിലും പ്രഷറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടുന്നുവെങ്കിൽ അതിനൊരു വലിയൊരു തെറ്റ് പറയാറില്ല. എങ്കിലും ഉണ്ണി വ്ളോഗ്സിലെ ഉണ്ണി ബ്രോ വിമർശിച്ചിട്ടുള്ള ഒരു കാമ്പുണ്ട്, കഴമ്പുണ്ട്. ഇനി ഇത് ഇപ്പം റീസെൻ്റായിട്ട് ഈ ഒരു വിഷയത്തിന് ശേഷം ദിയ കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇതാണ് INR 50,000 പർച്ചേസ്. ഓക്കെ, സംഭവം പർച്ചേസിനെ കുറിച്ചൊക്കെ വർത്തമാനം പറയുന്നെങ്കിലും പർച്ചേസ് ഒന്നുമല്ല വിഷയം. അപ്പം ആദ്യം തന്നെ ഇതിനകത്ത് ദിയ ഒരു കമൻറ്റിന് കൊടുത്ത റിപ്ലൈയിൽ നിന്നും നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ഒരു കമൻറ്റിൽ നിന്നും നമുക്ക് തുടങ്ങാം കേട്ടോ. കമൻറ്റ് ഇതാണ്. ഇതിനകത്ത് ദിയ എടുത്തു വെച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കമൻറ്റ്സ് ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാർ ഫേക്കായിട്ട് പ്രൊഫൈലിലൂടെ ഒക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിയ പറഞ്ഞു വരുന്നത്. നമുക്ക് അതിലേക്ക് വരാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അതിന് താഴെ ദിയ കൊടുത്തൊരു മറുപടി, അതായത് ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങളും പറയുമെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഉണ്ണി ലച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, അതിനകത്ത് തന്നെ അവർ ആ ഒരു കമൻറ്റിൻ്റെ താഴെ റിപ്ലൈ കൊടുത്തിരുന്നു വെച്ചാൽ ആര്, ദിയ കൃഷ്ണ. ഓ പ്ലീസ് ഡു ജസ്റ്റ് നോ ദാറ്റ് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് എനർജി because as soon as I find you irritating or unwanted you will be blocked. അഥവാ നിങ്ങൾ അങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്നതും അൺവാണ്ടഡ് ആയിട്ടൊക്കെ ഉള്ള മെസ്സേജൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാനത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും എന്നാണ് നമ്മുടെ ദിയയുടെ ഭീഷണി. ഗ്രേറ്റ്, then please turn off your comment box. Nobody is forcing you to read and comment under your subscribers opinion. സീരിയസ്ലി അവിടെ ദിയ പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ളൊരു റിയാക്ഷനാണ്. നമ്മളിപ്പം ഞാനൊരു കാര്യം പറയാം, ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി ഞാൻ ഈ സാധനം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് പബ്ലിക്കിന് പറയാനുള്ള അവകാശമുണ്ട്. കാരണം സോഷ്യൽ മീഡിയക്കകത്ത് കിടക്കുന്ന സാധനമാണ്. നമ്മളെ വളർത്തുന്നത് നമ്മളെ കാണുന്നവർ തന്നെയാണ്. നമ്മുടെ ഇപ്പം എൻ്റെ ഈ ചാനലിൽ കാണുന്ന വ്യൂവേഴ്സ് തന്നെയാണ്. എൻ്റെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. താഴോട്ട് പോകുന്നെങ്കിലും എൻ്റെ കയ്യിരിപ്പ് കാരണം അവർ കാണാതായിട്ടാണ്. അതുകൊണ്ടാണ്. അപ്പം എന്താണെങ്കിലും നമ്മളെ വളർത്തി വലുതാക്കുന്ന കൈകൾ എന്ന് വെച്ചാൽ ഇവർ തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവരുടെ ഒപ്പീനിയൻ പറയുന്നതിന് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് തുറന്നിടുക, അല്ലെങ്കിൽ നമുക്ക് ക്രിറ്റിസിസം തീരെ താല്പര്യമില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി ഇടുക. ദാറ്റ്സ് ഓൾ. സോഷ്യൽ മീഡിയക്കകത്തൊരു സാധനം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വർത്തമാനത്തിന് നമ്മുടെ ഇപ്പം പേളിമാണി പറയുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് വരാറേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റുമല്ലോ. നമുക്കറിയാമല്ലോ, യൂട്യൂബേഴ്സിൻ്റെ എല്ലാം വ്യക്തമായിട്ടറിയാം. അപ്പോൾ അത് ദിയയുടെ ആ ഒരു സ്റ്റാൻഡിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. അവർ പറഞ്ഞത് അവർ ഒഫൻസീവായിട്ട് ഒന്നും പറഞ്ഞില്ല, ഒഫൻഡഡ് ആവാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞു. ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങളും പറയും എന്ന് പറയുന്നു. അത് അവരുടെ ഒപ്പീനിയനാണ്, അതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്നുള്ളതാണ്. ഇനി ദിയ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഒരു മൈഡിയർ കുട്ടിച്ചാത്തന്റെ പിന്നാലെയാണ് ഫുൾ ടൈം നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ടൂ മച്ച് ആയിട്ട് നമ്മൾ
ബേബി ഇൻവോൾവ്, നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ ടൂ മച്ച് ആയിട്ട് ഓപ്പൺ അപ്പ് ആക്കി കാണിക്കേണ്ടാത്ത ഒരു തോട്ട് എനിക്ക് ഇടയിൽ വെച്ചൊക്കെ വന്നു. ബിക്കോസ് ഗുഡ്, വെരി ഗുഡ്. ആ ഒരു ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് എന്താ അറിയാമോ, ഇപ്പം ഞാൻ ഇതാ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സാധനം നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങിന്നിറങ്ങി കോടിക്കണക്കിന് ആൾക്കാർ പെറ്റുപെരുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ജോലിയില്ലാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പൈസ ഉണ്ടാക്കാൻ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അടക്കം ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ ഒരു മാധ്യമം കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും അതൊരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ മാധ്യമത്തിലൂടെ പൈസ ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഏൺ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. അപ്പം എന്താ പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ സ്വന്തം ഇപ്പം ഒളിച്ചോട്ടം തെറ്റാണോ ശരിയാണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ഒളിച്ചോട്ടം തന്നെ ചെയ്യുന്നറിയാമോ, ആ ഒരു പെൺകുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായി റീച്ച് ആയതാണെങ്കിൽ ഈ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഇതാണ്. കൊണ്ടുപോവുക, അടുത്ത ദിവസം മുതൽ അടുത്ത യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങുക, അവർ ഫാമിലി ലൈഫ് കാണിക്കുക, അതിനുശേഷം പ്രഗ്നൻസി തുടക്കം മുതൽ അങ്ങോട്ട് കാണിക്കുക, അതിനുശേഷം നമ്മുടെ ഡെലിവറി കഴിഞ്ഞു, ഡെലിവറിയുടെ റൂം മുതൽ അങ്ങോട്ട് കാണിക്കുക, അതിനുശേഷം കുഞ്ഞ് വന്നല്ലോ, അപ്പോൾ കുഞ്ഞിൻ്റെ മാമുണ്ണത് 28 അങ്ങനെ ആ കെട്ടൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക, ആ കുഞ്ഞിൻ്റെ വളർച്ചകൾ ഓരോ പടിയായിട്ട് കാണിക്കുക. അപ്പോഴും ചിന്തിക്കുന്നില്ല ഈ കുട്ടി ആരാ, കുട്ടി നമ്മുടെ കുഞ്ഞ് തന്നെയാണ്, പക്ഷെ അതൊരു ഇൻഡിവിജ്വലാണ്. അതിനെ സോഷ്യൽ മീഡിയക്കകത്ത് എടുത്ത് ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് അത് ഫ്യൂച്ചറിൽ വളർന്നു വരുന്ന സമയത്ത് അതിന് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പല പ്രത്യാഘാതങ്ങളൊക്കെ വളരെ വലുതായിരിക്കും. ആ ഇൻഡിവിജ്വലിനെ അതിൻ്റെ സ്പേസിൽ നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലായിടത്തും തുറന്ന് കാണിക്കുന്ന സമയത്തും ആ കുട്ടിയെ എല്ലാ തരത്തിലെടുത്ത് കാണിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കടന്ന് കളിക്കും. അത് ഫ്യൂച്ചറിലാണ് ആ കുട്ടിക്ക് ദോഷം വരുന്നത് എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ പല മാതാപിതാക്കളും കഴിയാതെ യൂട്യൂബിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. സീരിയസ്ലി അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിപ്പോൾ പേളിമാണി ചെയ്താലും ശരി തന്നെ, ആര് ചെയ്താലും ശരി തന്നെ, അതിനകത്ത് ആ സംഭവത്തിനോട് യോജിക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അത് ആര് ചെയ്താലും യോജിക്കുന്നില്ല. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ ടൂ മച്ച് ആയിട്ട് ഓപ്പൺ അപ്പ് ആക്കി കാണിക്കേണ്ടാത്ത ഒരു തോട്ട് എനിക്ക് വന്നു. ബിക്കോസ് ടൂ മച്ച് ഓഫ് എന്താ പറയുക, അഫ്കോഴ്സ് പോസിറ്റീവ് കാര്യത്തെ പറ്റില്ല ഞാൻ പറയും, നെഗറ്റീവ് കാര്യത്തിൽ ഒരുപാട് ഒപ്പീനിയൻസ് വരും. കുഞ്ഞിനെ അങ്ങനെ ചെയ്യില്ല, കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യില്ല, കുഞ്ഞിനെ അത് കൊടുക്കണം, കുഞ്ഞിന് ഇത് കൊടുക്കണം, കുഞ്ഞിന് തല തീർത്തണം, കുഞ്ഞിന് തലയിരുത്തണം, തറയിരുത്തണം, ഇങ്ങനെ കുറേ ഒപ്പീനിയൻസ് വരും. ബിക്കോസ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അല്ലേടാ? ഇതിനകത്തൊരു പ്രശ്നം അറിയാമോ, ഇപ്പം ദിയ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പം കുഞ്ഞുങ്ങളെ കാണിക്കാൻ അധികം ഞാൻ നമ്മുടെ ഫാമിലി ലൈഫിനെ കൂടുതൽ കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നിടത്ത് നമുക്കതിനെ സ്വാഗതം ചെയ്യാം 100%. അതങ്ങനെ തന്നെ വേണം. അവരുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പ്രൈവറ്റ് ലൈഫ് അത് അവിടെ തന്നെ നിൽക്കട്ടെ. അതിനെ പബ്ലിക്കായിട്ട് കാണിക്കുന്ന സമയത്ത് അവിടെ തീർച്ചയായിട്ടും സമൂഹം ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഈ കാണുന്ന ആൾക്കാർ പലതരത്തിൽ ഇപ്പം പറയും. ഇപ്പം കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ കുട്ടി ചിലപ്പോൾ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ പാല് കുടിച്ചിട്ടുള്ള ക്ഷീണം കൊണ്ടോ കുഞ്ഞ് കിറങ്ങിയിരിക്കും. ആ സമയത്തായിരിക്കും ഇത് കാണുന്ന ഒരു വ്യക്തി, കണ്ടോ കുഞ്ഞൊരുമാതിരി വയ്യാതിരുന്ന സമയത്തും ഈ കൊച്ചിനെ വെച്ച് വീഡിയോ എടുക്കുന്നു പറഞ്ഞ്, സത്യം പറഞ്ഞാൽ അതങ്ങനെ പറയും. അതിന് കാരണം നമ്മൾ ഇടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് അത് ഇടുന്നതിന് മുമ്പ് ബിഫോർ നമ്മൾ ഈ ഒരു സാധനത്തിനെ കുറിച്ച് നമ്മൾ വളരെയധികം തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. എന്തായാലും ആ ഒരു കാര്യം നേരത്തെ പ്രാക്ടിക്കലി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. അല്ലാതെ നമ്മളിപ്പം ഇത് എടുത്ത് നേരെ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൾക്കാർ ജഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റം തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നിനക്കുള്ളത് തന്നെ. അപ്പം പല വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ഒരാള് കൊച്ചിനെ വളർത്തുന്ന പോലെ ആയിരിക്കില്ല ഞാൻ വളർത്തുന്ന പോലെ ആയിരിക്കില്ല അവര് വളർത്തുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ രീതി. നമ്മൾ വളർന്ന സാഹചര്യം, നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പ്ലസ് ഇതിനെല്ലാത്തിനും ഉപരി ഈസ് മൈ ബേബി. ഹി കെയിം ഫ്രം ദിസ് സ്റ്റമക്ക് ഒള്ളി. അപ്പൊ എനിക്ക് ഇവൻ എന്താണ് ഇഷ്ടം, എന്താ ഇഷ്ടമില്ലാത്ത, ഇവ എന്ത് കണ്ടാൽ കരയും, എന്തിട്ട കരയില്ല, ഇതെല്ലാം എനിക്കറിയാം. എല്ലാവരെയും കാൾ, ഈ ലോകത്തുള്ള എല്ലാവരെയും കാൾ കൂടുതൽ എനിക്കതറിയാം. അപ്പൊ എനിക്ക് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അഫ്കോഴ്സ് ബേബി അങ്ങനെ ചെയ്യണം, ബേബി ഇങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ അഫ്കോഴ്സ് അത് കുറെ പേർക്ക് എനിക്ക് തോന്നുന്നു എന്റെ ലാസ്റ്റ് ഇത് തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറയും. കാരണം നമ്മളിപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് അഭിപ്രായം പറയുന്നു, അതിനകത്ത് ദിയ വന്ന് പറയുന്നു അത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ട്രിഗറാവും, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അവർക്കുണ്ടാവും.
അവർ പറഞ്ഞതിനകത്തൊരു ന്യായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയക്കകത്ത് ആ സാധനം വരുന്നത് കൊണ്ട് ഈ ഒപ്പീനിയൻസ് ചിലപ്പോൾ ഇതിന് മുമ്പ് ഇപ്പം നിങ്ങളുടെ ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രഗ്നൻസി ആ ഒരു സമയത്തോ നിങ്ങളുടെ കല്യാണത്തിലോ നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും. അഥവാ നിങ്ങളുടെ ലൈഫും ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് അമിതമായ കൺസെൻറ്റ് കൊടുക്കുന്നത് നമ്മളാണ്. അത് നമ്മളിങ്ങനെ ഈ സാധനം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് അവർ വാല്യൂ കൊടുക്കുന്നു. നിങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പോയി ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പലതും വിളിച്ച് പറയുന്നു, പൊങ്കാലിടുന്നു. ഇതെല്ലാം ചെയ്യുന്നത് അതേ ആൾക്കാർ തന്നെയാണ്. വീണ്ടും ഇതേ ആൾക്കാർ വന്ന് പറയും കുഞ്ഞിനെ ഇത് ചെയ്യണം കേട്ടോ, അത് ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അധികാരമുണ്ട്. കാരണം ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. കാരണം ഞങ്ങൾ നിങ്ങളുടെ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയും. അത് നിങ്ങൾ ദയവായി അതിന് മുഖവിലേക്ക് എടുക്കണം, ദയവായല്ല മുഖവിലേക്ക് എടുക്കണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരും. അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ളൊരു കോൺട്രഡിക്ടറി ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം പബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും അവർ പല കാര്യങ്ങളിലും അവർ അതിൻ്റെ അകത്തുള്ള കൺസേൺ അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. അതിനകത്ത് അവരെ തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നമ്മളായിരിക്കും. അത് ശരിയാണോ എന്നുള്ള കാര്യം അത് ദിയയ്ക്കും ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഞാൻ വിടുന്നു കേട്ടോ. നെഗറ്റീവായിട്ടല്ല. ഞാൻ പറഞ്ഞത് കുറേ സബ്സ്ക്രൈബേഴ്സിന് ചിലവർക്ക് ഹേർട്ടായി. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതേ അല്ല. നമുക്കിപ്പോൾ എൻ്റെ എന്താ പറയുക ഒരു വ്ളോഗിൻ്റെയോ ഫോട്ടോയുടെ അടിയിൽ വന്ന് ചിലവർ കമൻ്റ് ഇടും, എന്നിട്ട് പറയും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത് എന്നുള്ളത്. നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു ഫേക്ക് പ്രൊഫൈൽ എന്നാണ് പറയുന്നെങ്കിൽ പോലും ഒരു ഫേക്ക് പ്രൊഫൈലിന്റെ ബാക്കി ഇരിക്കുന്ന ആൾ പോലും ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി തർക്കിക്കുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആള് എല്ലാവർക്കും എൻ്റെ ഐഡന്റിറ്റി അറിയാം. ഫേക്ക് പ്രൊഫൈൽ അല്ല, ഒരു ഫേക്ക് ഐഡന്റിറ്റി അല്ല. ദിയ എന്ന് പറയുന്ന ഒരാൾക്ക് എൻ്റെതായ ഒരു ഒപ്പീനിയൻ, എൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡിവിജ്വലിസം കീപ്പ് ചെയ്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് എൻ്റെ വ്ളോഗിനകത്ത്. അപ്പോൾ അത് ഹേർട്ട് ആകുക എന്നുള്ളത് അത് നിങ്ങൾ ഹേർട്ട് ആവേണ്ട കാര്യം. എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കും ഹേർട്ട് ആവുമെന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യാൻ. മനസ്സിലായില്ല? അത് എൻ്റെ വ്ളോഗ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് എൻ്റെ കുഞ്ഞിനെ പോലെ വളർത്തിയാണെന്നൊരു തോട്ട് വരും. ആ തോട്ട് റോങ് ആണ്. അപ്പൊ ഞാൻ ആ തോട്ട് എല്ലാവരും ഒന്ന് പ്രേരിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാളൊന്ന് ഒതുങ്ങി നിന്നു എന്ന് മാത്രം, വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ബേബി അല്ല, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെന്ത് ചെയ്യേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ അവർക്കും അത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയക്കകത്ത് എന്തൊക്കെ കോണ്ടന്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്തുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നതിൻ്റെ അത് തീർച്ചയായിട്ടും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെയാണ്. ചില ഒരു റോങ് ആയിട്ടുള്ള സാധനം ഒരു മെസ്സേജ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു റോങ് മെസ്സേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ എടുത്ത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുന്നത് പോലെ തന്നെ ഇപ്പം ദിയ പറയുന്നു, ഞാനൊരു കാര്യം എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞു, അതിനകത്ത് നിങ്ങളും അതിനെ മാനിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ദിയ പറഞ്ഞു വയ്ക്കുന്നു. ഇത് രണ്ടും ഒരു കോൺട്രാഡിക്റ്ററാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ളൊരു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഈ ഒരു സാധനത്തിൻ്റെ എവിടെ നിന്നാണ് ഇത് ഉണ്ടായെന്നുള്ള കാര്യം ഇത് വരും, ഒരു ഘടകം. അത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മുതലാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ കമൻറ്റ് ബോക്സ് മൊത്തം ദിയയ്ക്ക് കുറേയൊക്കെ എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പഴയ ഇൻട്രസ്റ്റ് വന്നില്ല, ഇവർ ആരുടെയും വീഡിയോ കാണാൻ, നത്തിങ് സ്പെഷ്യൽ ജസ്റ്റ് ഫിലിമിങ് ദെയർ ബോറിംഗ് ഡേയ്സ്, ബ്രിങ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, പുട്ട് സം എഫേർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. അതിൻ്റെ താഴെയാണ് സപ്പോർട്ട്, സത്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. ട്രൂ റിച്ച് വോണ്ട് ട്രൈ ടു ഷോ ഓഫ്. ഓക്കെ. പിന്നെ ബേബീനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ അത് കാണുന്നവർ ഒപ്പീനിയൻ ആൻഡ് കൺസേൺ പറയും, ഇറ്റ്സ് നാച്ചുറൽ. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. നമ്മളത് കാണിക്കുമ്പോൾ അവർ പറയുന്നേ, തീർച്ചയായിട്ടും പറയും. ഞാൻ ഇത് കാണുന്നവരോട് ഞാൻ പറയാം, എനിക്ക് 2 കുട്ടികളുണ്ട് കേട്ടോ. 2 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ 5 വയസ്സാകുന്നു, മൂത്തയാളിന് 11 വയസ്സാകുന്നു. ഇതെൻ്റെ തുടക്കം മുതൽ എൻ്റെ ചാനൽ കാണുന്നവർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് അറിയുന്നത്. ഓക്കെ. അപ്പം അതല്ലാതെ ഇന്ന് വരെ എൻ്റെ ഈ ചാനലിൻ്റെ അകത്ത് കാണിക്കാൻ താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഫാമിലി വ്ളോഗായിട്ടൊരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ മരണപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ ഇതിൻ്റെ തലമുറയിൽപ്പെട്ട് വരുന്ന ആ കുട്ടികൾക്ക് യൂട്യൂബ് എന്നുള്ള സംഭവത്തിൻ്റെ ഇതിൻ്റെ അകത്ത് അവർ വരണ്ട. അവർക്ക് വേണമെങ്കിൽ അവർ ഫ്യൂച്ചറിൽ അവരായിക്കോട്ടെ. ഇപ്പം എൻ്റെ അച്ഛനമ്മമാരല്ലോ എന്നെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് അവർക്ക് എത്തണമെന്ന് തോന്നുന്ന സമയത്ത് അവർ സ്വന്തമായിട്ട് എത്തിക്കോട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫും മറ്റുള്ള കാര്യങ്ങളുടെ അകത്തും ഒരുപാട് കുറവുകളുണ്ടാവും. അതൊന്നുമില്ലാത്ത രീതിയിൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊന്ന് ആ പ്രഹസനം കാണിക്കുക എന്നുള്ളൊരു കാര്യത്തിലൂടെ എന്ത് സംഭവമാണ് ഞാൻ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം. ഓക്കെ. സോ അതുകൊണ്ട് ഞാനത് കാണിക്കാൻ തയ്യാറാകാത്തത്. അത് കാണിച്ചിരുന്നുവെങ്കിൽ ചിലപ്പം
ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ പല മടങ്ങ് ചിലപ്പോൾ വേറെ ലെവലിൽ എത്തിയേനെ. ബട്ട് അതൊരു ലൈഫാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബിക്കോസ് എന്താണ് നമ്മുടെ ഇന്നർ പീസ് ഉണ്ടാക്കുന്നത്, നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്? പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഏറ്റവും വേഴ്സായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ടതും ഏറ്റവും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതം ഒഴുകുന്ന സമയത്ത് പോലും നമുക്ക് ഇന്നർ പീസ് നമുക്ക് നമ്മുടെ സെൽഫിന് അത് ഓക്കെ, ഇത് മതി, ഇത് കുഴപ്പമില്ല, ഇത് ശരിയാവും എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാൻ പറ്റണം എന്നുള്ളതാണ്. അല്ലാതെ ഇതെല്ലാം എടുത്ത് തുറന്ന് കാണിച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഗെയിം ഒരു മെത്തേഡിലൂടെ എന്തോ ഒക്കെ ഉണ്ടാക്കി നേട്ടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ലൈഫല്ല. ലൈഫ് ഏത് വഴിക്ക് പോയിരുന്നാലും ആ പോക്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞു നോളട്ടെ, ഇത് എൻ്റെ പേഴ്സണൽ ഫിലോസഫിയാണ്. ഹാപ്പി കുട്ടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു, ഹാപ്പി ജോളി, ഇടയ്ക്കിടയ്ക്കൊക്കെ കാര്യം കേട്ടോ. ഓക്കെ, ഇയാൾക്ക് ഇഷ്ടമുള്ളത് ഡു വൺ തിങ്, ഡോണ്ട് ഷെയർ എനിത്തിങ്. ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഡു വൺ തിങ്, ഡോണ്ട് ഷെയർ എനിത്തിങ് ഇൻ യുവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, അല്ലെങ്കിൽ ഇയാൾ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം റിമൂവ് ആക്കിയിട്ട് ഇയാൾ ഒറ്റയ്ക്കിരുന്ന് അങ്ങ് പോസ്റ്റ് ഇട്. എൻ്റെ അഭിപ്രായമാണ്. എന്താണ് കാരണം? എന്താണ് ഇത്? ഭയങ്കരമായിട്ട് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം വരുന്ന ദിയയുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് അൺസബ്സ്ക്രൈബ് എന്നൊക്കെ കമൻറ്റ് കാണുന്നു. ഓക്കെ, ഓസി ജാട മാത്രം കാണുന്നു. നെഗറ്റീവ് പറയുന്ന എല്ലാവർക്കും ഫേക്ക് അല്ല, നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക ഫസ്റ്റ്. അതിനകത്തൊരു ചെറിയൊരു ശരിയുണ്ട്. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റിൻ്റെ ഘോഷയാത്രയായിരുന്നു. ആ നെഗറ്റീവ് കമൻറ്റിൻ്റെ ഘോഷയാത്ര ഞാനെന്ന് വിചാരിച്ച് ഇവർക്ക് ഈ കമൻറ്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അല്ല, ഞാൻ ചെയ്തിട്ട് തന്നെയാണ്, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുള്ളത്. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അത് ആ ഒരു സാധനം എന്തുമാത്രമാണ് ഞാൻ കൊടുത്തൊരു ഇമ്പാക്റ്റ് എന്നുള്ള കാര്യം ചിന്തിക്കണം. നെഗറ്റീവ് കൊടുത്ത് നെഗറ്റീവ് വാങ്ങുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണോ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള കാര്യമുണ്ടല്ലോ, നെഗറ്റീവ് കൊടുക്കുന്നതോടെ നെഗറ്റീവ് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്, എവിടെ കൂടെയെങ്കിലും കിട്ടുന്നു എന്നുള്ളതാണ്. നെഗറ്റീവ് വരുന്നത് തെറ്റെന്നല്ല. അപ്പം ആൾക്കാർ നെഗറ്റീവ്സ് പറയുന്നെങ്കിൽ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും ആ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം. ഇനി അത് വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കാര്യം, ഞാൻ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്ത പിൽക്കാലത്ത് ഞാൻ തിരുത്തിയത്, അതിനകത്ത് ശരികളുണ്ട്. എന്നെ വിമർശിക്കുന്നവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരും രൂക്ഷമായ രീതിയിൽ ഞാൻ ചെയ്ത പല കാര്യങ്ങളും ശരിയല്ല എന്ന് പറഞ്ഞവരും അവരല്ല ശരി, അവരല്ല തെറ്റ്, ഞാനാണ് തെറ്റെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് അവർ പറഞ്ഞതിനകത്ത് ശരികളുണ്ട്. ആ ശരി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരണം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ കൊണ്ടുവരണം, ഈ വർക്ക് അഥവാ യൂട്യൂബ് വീഡിയോസിനകത്താണ് അടക്കം കൊണ്ടുവരണം എന്ന് തീരുമാനമെടുത്തു. അതിനുശേഷം കുറേ അധികം മാറ്റങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവരാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അരഗൻ്റായിട്ട് എന്നെ കണ്ടിട്ടുള്ളവരുണ്ടാവും ഈ കമൻറ്റ് ബോക്സിനകത്ത്, പറ്റുമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അരഗൻസിൻ്റെ ഒരു പീക്കിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളവരുണ്ടാവും. ഈ ചാനലിൽ തന്നെയാണ്, അതേ ഞാൻ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ അത് ഒരുപാട് പേർ വിമർശിച്ച് മാറ്റിയാണ്. യൂട്യൂബേഴ്സ് അടക്കം പലരും പല സൈഡിൽ നിന്ന് കുത്തിയിരുന്ന് വിമർശിച്ചിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ കുത്തിയിരുന്ന് വിമർശിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും റിസൾട്ടാണ് ഒരുപാട് മാറ്റം വരണമെന്ന് ഞാനും മനഃപൂർവ്വമായിട്ട് തന്നെ മാറിയതല്ല, അതിങ്ങനെ ക്രമേണ അങ്ങ് മാറി വന്നതാണ്. എന്തായിരുന്നാലും ഒരു വിഷയം ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ, ഉണ്ണി വ്ളോഗ്സിൻ്റെ ഒരു കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം എല്ലായിടത്തും കിടന്ന് ഇങ്ങനെ നടന്ന് അവസാനം ഈ വിഷയം ഇപ്പം ദിയ കൃഷ്ണ പറഞ്ഞു, എൻ്റെ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തുറന്ന് കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു. എന്താണ് പേളി പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നോന്ന് അറിയത്തില്ല. പേളി പറഞ്ഞു ഇത്രേ, ഞാൻ മാത്രമല്ല അവരും ഉണ്ട് എന്ന് പറയുന്നത് പോലെ എന്തോ ദിയ കൃഷ്ണ ഒക്കെ ഉണ്ടല്ലോ, മറ്റ് ചാനൽ ഉള്ള ആൾക്കാരും ഉണ്ടല്ലോ, കുട്ടികളെ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ഞാനൊരു കാര്യം പറയാം, യൂട്യൂബിൽ അത്യാവശ്യം മണി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, റവന്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ കുട്ടികളെ വിറ്റ് പൈസ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, ആ കുട്ടികളെ വിൽക്കാതിരിക്കുക. അവർ ഇൻഡിവിജ്വൽസാണ്. നിങ്ങൾ ജനിപ്പിച്ചതാണെങ്കിലും തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും ആരാണെങ്കിലും അത് ഇൻഡിവിജ്വലാണ്. ഒരു കുട്ടി ജനിച്ചത് മുതൽ ഇൻഡിവിജ്വൽ തന്നെയാണെന്നേ. നമ്മൾ വളർത്തിയാണെങ്കിലും നമ്മൾ വളർത്തി വലുതാക്കിയതാണെങ്കിലും എത്രയാണെങ്കിലും അതൊരു ഇൻഡിവിജ്വലാണ്. അതൊരു വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തി തീരുമാനിക്കട്ടെ അതെങ്ങനെ വളരണമെന്ന്. അവൻ ഫ്യൂച്ചറിൽ എന്ത് റിലീജിയനിൽ വിശ്വസിക്കണം, അവനോ അവളോ അല്ലെങ്കിൽ എന്ത് തരത്തിൽ ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കണം എന്നടക്കമുള്ള പല കാര്യങ്ങളുടെ അകത്ത് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് അതിനകത്ത് വേണമോ വേണ്ടേ എന്നുള്ള കാര്യം അത് അവിടെ അന്ന് തീരുമാനം എടുക്കട്ടെ. അല്ലാതെ ഇന്ന് ഈ ഇതെല്ലാം കൊണ്ടുകൊടുത്തിട്ട് ആ കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് അതിന് പ്രൈവസി വേണം. പക്ഷേ പുറത്തിറങ്ങുന്ന എല്ലാ ആൾക്കാർക്ക് ആ കുട്ടിയെ കാണുന്ന സമയത്ത് മനസ്സിലാകുമ്പോഴേക്കും അതിൻ്റെ പ്രൈവസി നഷ്ടപ്പെടുകയും ചെയ്യും. അതിന് സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നതിന് ഇന്നേ അതിൻ്റെ മുളയിലെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അച്ഛനമ്മമാർ ചെയ്യുന്നത് ക്രൂരതയാണ്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. ഇനി കമൻറ്റ് ബോക്സിൽ ഇനിയിപ്പോൾ ഇടും, അവരുടെ കുഞ്ഞുങ്ങളല്ലേ അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഗൈസ്, ഇതാണ് ദിയ കൃഷ്ണ പറഞ്ഞ കാര്യത്തിന് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. ദിയ കൃഷ്ണ പറഞ്ഞ വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എൻ്റെ കുട്ടികൾ, എൻ്റെ ഫാമിലി, എൻ്റെ ലൈഫിനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്പം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്ത്
ഒരു നല്ലൊരു കൈയടി അർഹിക്കുന്നു ദിയാകൃഷ്ണ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ. ബൈ.